ഹലോ ആൾ. സോ ഞാൻ സൂരജാണ്. സോ നമ്മളിന്ന് ഒരു ദൊണ്ണ ബിരിയാണിയാണ് കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ നമ്മളടുപ്പത്ത് നമ്മൾ ഫസ്റ്റ് റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ കുറച്ചൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ബട്ടർ, നമ്മൾ വെണ്ണ, നമുക്ക് ഏത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് നന്ദിനിയാണ്, കാരണം ഞാൻ കർണാടകയിലായതുകൊണ്ട് നമുക്ക് ഏതാണെങ്കിലും ബട്ടർ ഇടാമെന്നുള്ളൂ. അത്യാവശ്യം ഒരു വലിയൊരു ക്യൂബ് തന്നെ ഇടണം, കാരണം നമ്മൾ നോർമലി ഗീ വെച്ചുണ്ടാകും. അപ്പോൾ ആ ഒരു സ്മെല്ലിൽ നിന്ന് ഒരു വെറൈറ്റി ഡിഫറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ യൂസ് ചെയ്യുന്നത്. സോ ബട്ടർ നമ്മൾ അതിലേക്കൊന്ന് ഇട്ടിട്ട്, സോ ബട്ടറും എണ്ണയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മളതുവരേക്ക് ജസ്റ്റ് ഒന്ന് ചൂടായിക്കോട്ടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കുക്കിംഗ് അല്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ വീഡിയോ യൂട്യൂബിലിടുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ചില പരിമിതികളൊക്കെ ഉണ്ടാവും. കുക്ക് ചെയ്യാൻ പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നോർമലി പുതിയ പുതിയ ഡിഷസൊക്കെ ഞാൻ ട്രൈ ചെയ്യാൻ, മെയിൻലി നോൺ വെജാണ് ഞാൻ ചെയ്യാറ്, ബാക്കിയെല്ലാം വൈഫിൻ്റെയാണ്. സോ എല്ലാം ഒന്ന് ട്രൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ അതൊന്ന് ഏകദേശം ചൂടായതുകൊണ്ട് നമ്മൾ ഈ പട്ട, ഇലയുണ്ടല്ലോ, നമ്മൾ ഈ രണ്ട് ഐറ്റം നമ്മളൊന്ന് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വയ്ക്കുക. ഗ്രാമ്പൂ എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റുക. ഇപ്പം ഞാൻ ഈ ദൊണ ബിരിയാണി ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെറൈറ്റി ആയിട്ട് കർണാടകയിൽ കിട്ടിയ ഒരു ബിരിയാണിയാണ്. സോ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ദം ബിരിയാണി പോലെ തന്നെ, പക്ഷേ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഇവിടുത്തെ ഒരു ഡിഷാണത്. സോ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. സോ ഇതൊന്ന് ചൂടാവുന്നുണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് റെഡിഷ് ബ്രൗൺ ആകുമ്പോഴേക്കും നമ്മൾ അതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ സൈഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടൊമാറ്റോസ് പ്യൂറി എന്ന് പറയും. നമ്മൾ ടൊമാറ്റോ എടുത്തിട്ട് നമ്മളുടെ കറിക്ക് ഏകദേശം നമുക്കൊരു ക്വാണ്ടിറ്റി നമുക്കറിയുമല്ലോ, അത് വെച്ചിട്ട് നമ്മൾ മിക്സിയിൽ നന്നായി ഗ്രൈൻഡ് ചെയ്ത് ഒരു പേസ്റ്റ് സിറപ്പ് രൂപത്തിലാക്കി വെക്കുക. ഒരു ഇപ്പോൾ ഇടാനല്ല, ജസ്റ്റ് ഒന്ന് ചൂടായിട്ടൊന്ന് വരുമ്പോൾ അതിന് ശേഷം ഇടാനുള്ള ഒരു ഇതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡിൽ, ഒന്നും ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് ഒന്ന് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും പരട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ, കാരണം ഇതിൽ തന്നെയാണല്ലോ നമ്മൾ അരിയും ഇതിൽ തന്നെ നമ്മൾ വേവിക്കാൻ പോകണം, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആ ജസ്റ്റ് വാഷ് ചെയ്തിട്ടുള്ള ചിക്കൻ ഡയറക്റ്റായിട്ട് നമ്മൾ ആ എണ്ണയിലിട്ട്, അതായത് നമ്മൾ പട്ട, ഗ്രാമ്പൂ, അതായത് ആ ഐറ്റംസൊക്കെ നമ്മൾ നന്നായി വഴറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ റോ ചിക്കൻ ഫ്രഷായി കഴുകിയിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് അതിലേക്ക് വെള്ളം പോയതിന് ശേഷം നമ്മൾ എണ്ണയിലേക്ക് ഇടുകയാണ്. ഞാനൊരു അധികം ക്വാണ്ടിറ്റി എടുത്തിട്ടില്ല, ഒരു അര കിലോനും ഇല്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. നിയർലി 450 ഗ്രാംസ് മേ ബി. സോ അത്ര എടുത്തിട്ടുള്ളൂ. കാരണം പാത്രവും നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പാത്രവും ചെറുതായതുകൊണ്ട് ഞാൻ വലിയൊരു ഇതിലേക്ക് എടുത്തില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ചിക്കനൊന്ന് ഇളക്കുക, കാരണം നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. ജസ്റ്റ് ഒന്ന് എണ്ണയൊക്കെ ഒന്ന് എല്ലാവരെയും തട്ടുന്ന പോലെ നമ്മൾ ചെയ്യുക. നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ നമുക്ക് എത്ര ക്വാണ്ടിറ്റി, എത്ര പേരുണ്ട്, അതിനനുസരിച്ച് നമ്മൾ പാത്രവും മാറ്റി അതിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. ഇത് ജസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്തുകൊണ്ട് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തുള്ളൂ എന്ന് മാത്രം. ജസ്റ്റ് ബട്ടറും ആ എണ്ണയും ഒക്കെ ഒന്ന് ചിക്കനിലൊന്ന് തട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് പരുവത്തിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി ടൊമാറ്റോ നമ്മളത് റെഡിയാക്കി സൈഡിൽ വെക്കുക. എന്നിട്ടിപ്പോൾ നമ്മൾ ജസ്റ്റ് ചിക്കനൊന്ന് നമ്മൾ ഇതാക്കി വെച്ചതുകൊണ്ട് അതിലേക്ക് ഇച്ചിരി കുറച്ച് ഉപ്പൊന്ന് ഉള്ളി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പൊന്ന് ഇച്ചിരി ഇട്ടിരിക്കുകയാണ്. അതെപ്പോഴും ഉപ്പ് സ്റ്റാർട്ടിങ്ങിലുണ്ടോ, എന്നാലേ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും ഉള്ളിലേക്ക് പിടിക്കാത്തൊരു, നമ്മൾ അവസാനം ഇടുമ്പോൾ അതാ പ്രശ്നം, ഉള്ളിൽ പിടിക്കത്തില്ല. സോ നമ്മൾ കുറച്ച് സമയം കൊടുത്തു ആക്ച്വലി എണ്ണയിലൊന്ന് ചിക്കനൊന്ന് റോസ്റ്റ് ആവാൻ. റെഡിഷ് ബ്രൗൺ കളറൊന്നും നമ്മൾ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒരു കണക്ക്, കുറച്ച് നേരം, സേ ഫോർ എക്സാമ്പിൾ 3 minutes 4 minutes മാക്സ് ടു മാക്സ് നന്നായി ഇളക്കിക്കൊണ്ട് ഇതിലേക്ക്, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ടൊമാറ്റോ എടുത്ത് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തോളൂ. സോ ഈ പ്യൂറി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മളിത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ടും ടൊമാറ്റോ ഇടാം, പക്ഷേ ഒരുപാട് നേരം നമ്മൾ വഴറ്റണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതൊരു തിക്നെസ് വരാനാണ്, നമുക്കൊരു തിക്കാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാം, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കൂടുതൽ സമയം നമ്മൾ വഴറ്റേണ്ടി വരും. ദിസ് ഇസ് ലിറ്റിൽ ഈസി. ഇപ്പോൾ ചിക്കൻ്റെ കൂടെ ടൊമാറ്റോ കുറച്ച് നേരം ഒന്ന് ചൂടാവാൻ വേണ്ടി വെക്കണം നമ്മൾ. ആക്ച്വലി ഒന്ന് ചൂടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി,
കാരണം അടി പിടിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ്സ് നമുക്കൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മൾ വെക്കണം. ഇപ്പോൾ ഞാനത് ഏകദേശം ആയിട്ടുണ്ട്, ആ ടൈം ആയിട്ടുണ്ട്. സോ ഞാനത് നമ്മൾ ലിഡോട്ട് ക്ലോസ് ചെയ്ത് വെക്കുക എപ്പോഴും. ഇനി നമ്മൾ വേറൊരു പേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി. ആക്ച്വലി ഇതിൽ നമ്മൾ പുതിനയുണ്ട്, അത്യാവശ്യം പുതിന, കാരണം ആ കളർ കണ്ടറിയാമല്ലോ, ആ ഒരു കളർ വരാനുള്ള പുതിന. സോ ഞാൻ 3 പേർക്കുള്ളൊരു ബിരിയാണിയാണ് ഉദ്ദേശിച്ചത്. സോ അതിൻ്റെ ക്വാണ്ടിറ്റിയാണിത്. കുറച്ച് പുതിന ഒരു കെട്ട്, പകുതി കെട്ട് ഉപയോഗിക്കാം. പിന്നെ സവാള ഇട്ടിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, മല്ലി, കൊത്തമല്ലി, മല്ലിപ്പൊടി. സോ ഇത്രേ ഉള്ളൂ, ഇത്ര നമ്മൾ ഐറ്റംസാണ് അതിലിട്ടിരിക്കുന്നത്. സോ അത് നമ്മൾ നന്നായിട്ട് അരച്ചു നന്നായി പേസ്റ്റ് പോലെ രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അത് ആഡ് ചെയ്യണം. സോ നമ്മൾ നേരത്തെ ടൊമാറ്റോ ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ ഗ്രീൻ കോമ്പിനേഷനുള്ള നമ്മൾ ഇതും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇത് ആഡ് ചെയ്ത് നമ്മൾ അപ്ലൈ ടൊമാറ്റോന് എത്ര ടൈം കൊടുത്തു, സെയിം ടൈം എന്തായാലും ഇത് കൂട്ടത്തോടെ കുറേ നേരം. സോ എല്ലാം നമ്മൾ എക്സ്ട്രീം അല്ലെങ്കിൽ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു, കാരണം കുക്കിംഗ് അറിയാമല്ലോ നിങ്ങൾ, റൈസും ഞാൻ ഇതിലിടുന്നുണ്ട്. നമ്മൾ ഫുൾ വേവ് ഒന്നും ഇപ്പോൾ ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇത് രണ്ടും കൂടി ഒന്ന്, ടൊമാറ്റോയും ഇതും തമ്മിലൊന്ന് കോമ്പിനേഷൻ ആവാനും ചിക്കൻ്റെ ഉള്ളിലേക്ക് ആ ഒരു സ്പൈസസിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അല്പം നേരം മാത്രം ഒന്ന് ഇട്ട് ഇളക്കുക. ഞാൻ പറഞ്ഞല്ലോ, അടി പിടിക്കരുത്, ലോ ഫ്ലെയിമിൽ വെക്കണം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക മാത്രം. ഒരുപാട് നിങ്ങൾ ചിക്കണിനെ ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് അടിയിൽ നിന്നൊന്ന് ഇതാക്കി വെച്ചാൽ മതി. ഒരുപാട് പൊക്കുക ഇടുക അങ്ങനെ ഇടുമ്പോഴത്തേനും ചിക്കനല്ല, അത് പൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്, പൊടിയാനുള്ള ചാൻസസ്, സോറി. ഒരു നിയർലി ഒരു 10 to 12 മിനിറ്റ്സ് റെക്കമെൻഡഡ് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാൻ, ലിഡ് ഇട്ടിട്ട്. ഇപ്പോൾ ഏകദേശം നിങ്ങൾ കാണുന്ന ഒരു ബ്രൗണിഷ് കളർ വന്നത്. സോ രണ്ടും കൂടി നമ്മളിട്ടതെല്ലാം കൂടി ഒന്ന് കോമ്പിനേഷൻ ആയിട്ടുണ്ട്. സോ ഒരു തരം ബ്രൗണിഷ് കളറായിട്ടുണ്ട്. സോ ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഓൾറെഡി നമ്മൾ പൊടികളൊന്നും ഇട്ടിട്ടില്ല. സോ മഞ്ഞൾപ്പൊടി കുറച്ച് ഇടുക, മഞ്ഞൾപ്പൊടി ഇടണം, നമ്മൾ പെപ്പർ പൗഡർ ഇടണം, നമ്മൾ ജീരകത്തിൻ്റെ പൊടി കുറച്ച്, കാരണം ഒരുപാട് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് നമുക്ക് വേറൊരു ടേസ്റ്റായി മാറും. സോ ജീരകത്തിൻ്റെ പൊടി കുറച്ച് പൊടി, ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങളുടെ ഒരു ടേസ്റ്റിൻ്റെ രീതി എങ്ങനെയാണ് അതിനനുസരിച്ച്. മല്ലിപ്പൊടി കുറച്ച് ഇടണം, ഇച്ചിരി ചിക്കൻ മസാല സ്മെല്ലിൻ്റെ വേണ്ടിയിട്ട്. ഇതെല്ലാം ചെയ്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഇളക്കി വെക്കുക, ഒന്നുകൂടി ഒന്ന് ഇളക്കുക. സൈഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അരി, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 പേർക്കുള്ളൊരു ഇതിലാണ് ഇട്ടത്, 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ വെച്ചത്. അത് നിങ്ങളുടെ എങ്ങനെ അളവ് ഇതിന് അനുസരിച്ച് നിങ്ങൾ അരി കഴുകി റെഡിയാക്കി വെക്കുക. അരി റെഡിയാക്കി വെച്ചതിന് നന്നായിട്ട് 3 തവണ കഴുകി ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതൊന്നായി വരുമ്പോഴത്തേനും ഇതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ കണക്ക് എങ്ങനെയാണോ അതനുസരിച്ച് വെള്ളവും നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇപ്പോഴല്ല, ഒന്ന് പിടിച്ചതിന് ശേഷം, കാരണം പൊടികളൊക്കെ നമ്മളിപ്പോൾ ഇട്ടതുകൊണ്ട് ആ പൊടികളും ഒന്ന് കുറച്ചൊന്ന് സെറ്റിലായി കഴിയണം. സോ പൊടികളും ഒന്ന് കോമ്പിനേഷൻ ആവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം മാത്രം വെള്ളം ആഡ് ചെയ്താൽ മതി. അറിയാമല്ലോ, ചിക്കനിൽ ഓൾറെഡി വെള്ളം വരും. അപ്പോൾ ഇതിനുള്ള വെള്ളമൊക്കെ വന്നിട്ട് അതിൽ നിന്ന് തന്നെ വരും. അതുകൊണ്ട് നമ്മളത് സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞല്ലോ, അത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യം ഇതനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, 3 പേരുടെ ഒരു അളവിനാണ് ഞാൻ ഉണ്ടാക്കിയത്. വളരെ കുറച്ച് ഞാൻ ഇതിൽ, പിന്നെ പാത്രത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് വളരെ കുറച്ചാണ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കാണുന്ന പോലെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അതിൽ ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. സോ 1.5 ഗ്ലാസ് വെള്ളം ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ ഇനിയും 1 ഗ്ലാസ് കൂടി ആഡ് ചെയ്യണം. ഞാൻ 3 പേർക്ക് വെള്ളമുണ്ട്, 1.5 ഗ്ലാസ് അരി ഇട്ടുകൊണ്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. സോ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക, ഉപ്പ് എത്ര വേണം, കുറവാണോ കൂടുതലാണോ അതിനനുസരിച്ച് ഉപ്പ് ഇടാം. വെള്ളം കൂടി നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ ഫുള്ള് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ വെക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിലൊരു വീഡിയോ ഇടുന്നത്. അതിൻ്റേതായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇനി ഇങ്ങനത്തെ ഓരോന്ന് ശ്രമിക്കുന്നുണ്ട്, കാരണം നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം എപ്പോഴും എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാനെപ്പോഴും പലപ്പോഴും കുക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഈ അടുത്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോ നമുക്ക് എടുക്കാനും അല്ലെങ്കിൽ അതിനാണ്ട് സമയം, പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് സമയം കിട്ടിയതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. സോ ഇപ്പോൾ നമ്മളുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്.
ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ അപ്പോഴേ കഴുകി വെച്ച നമ്മുടെ അരി, ഇത് നോർമൽ അരിയാണ് യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് ബസ്മതി ഒന്നുമല്ല. നോർമൽ ബിരിയാണിക്ക് എപ്പോഴും നല്ലത് നോർമൽ അരിയാണ് എനിക്കിഷ്ടം. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് ആഡ് ചെയ്യാം. നമ്മൾ 1.5 ഗ്ലാസ് അരി കഴുകി വെച്ചത് അതിലേക്ക് മുഴുവൻ കുറച്ച് കുറച്ചായിട്ട് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ്. ഓരോ നമ്മുടെ കേരളത്തിലെ ടേസ്റ്റ് അല്ല കർണാടകയിൽ. സോ എല്ലാ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള ചില ഡിഷസ് ഉണ്ട്, അതിൻ്റേതായുള്ള ടേസ്റ്റും വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ടേസ്റ്റ് ലവ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചാൽ ടേസ്റ്റ് ഫുഡ് ലവർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കില്ല, ബട്ട് ഐ ലവ് ഡിഫറെൻറ്റ് ടേസ്റ്റ്, ഡിഫറെൻറ്റ് കമോഡിറ്റീസ്, ഡിഫറെൻറ്റ് സാധനങ്ങൾ അവർ ആഡ് ചെയ്യുന്നത് അതെനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും എനിക്ക് കിട്ടുന്ന ചാൻസ് കിട്ടുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും അവരുടെ. ഇപ്പോൾ നമ്മൾ ഏകദേശം അരിയിട്ട് ഇനി നമ്മൾ നല്ലോണം ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കേണ്ടി വരും. നിയർലി 15 to 20 minutes മാക്സ് ടു മാക്സ്. ഇത് വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. വലിയ കടിച്ചാൽ പൊട്ടാത്ത പേരുകളുള്ള സാധനങ്ങൾ ഇടുക അങ്ങനത്തെ ഒന്നുമില്ല. വെരി നോർമൽ കൈൻഡ് ഓഫ് എ തിങ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാന്നുള്ളൂ. ഈവൻ ഞാൻ ട്രൈ ചെയ്ത് സക്സസ്ഫുള്ളായി, ആൻഡ് ഐ ലൈക്ക് ദ ടേസ്റ്റ് ഓൾസോ. ഇറ്റ് വാസ് വെരി ഗുഡ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ലെമൺ നമ്മൾ പിഴിഞ്ഞൊഴിക്കുക. അര ലെമൺ ഇട്ടാൽ മതി. എപ്പോഴും ലെമൺ കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടിയാലും അത് മോശമാണ്. സോ എപ്പോഴും അളവിന് ഇട്ടാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. ഒന്ന് യൂണിഫോമായിട്ടൊന്ന് എല്ലാവിടെയും ഒന്ന് ഇതാക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കുക. ഞാൻ പറഞ്ഞു ഒരു 15-20 minutes ക്ലോസ് ചെയ്ത് വെക്കണം. ഒന്ന് നന്നായിട്ടൊന്ന് എപ്പോഴും നല്ല പ്രോപ്പർ ലിഡ് ഉപയോഗിക്കുക. എനിക്ക് നോർമൽ പാത്രം, ഈ ഒരു വലിയ പാത്രത്തിന് ലിഡ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ നോർമൽ വേറൊരു പാത്രം വെച്ച് അടച്ചു വെച്ച്. ലിഡ് ഗ്ലാസ് ലിഡ് ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വിസിബിൾ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കേണ്ട ആവശ്യമില്ല എന്തായെന്ന്. ഇപ്പോൾ അടി പിടിക്കേണ്ട ഒരു സാഹചര്യം ചെക്ക് ചെയ്യണം. നിങ്ങൾ കാണുന്ന പോലെ ഒരു കല്ല് ഞാൻ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ദോശക്കല്ല്, കാരണം അടി പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ അത് വെച്ചു. സോ ഫൈനലി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി ആയിട്ടുണ്ട്. സോ നമുക്കൊരു പ്ലേറ്റിൽ സെർവ് ചെയ്യാം. പ്ലസ് അതിൻ്റെ കൂടെ സലാഡ് റെഡിയാക്കി, നമ്മൾ നോർമൽ ക്യാരറ്റും ഉള്ളിയെല്ലാം ഇട്ടിട്ടുള്ള ഒരു സലാഡ്. സോ ഞാൻ സൈഡിൽ ചിക്കൻ കറി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നാടൻ ചിക്കൻ കറി. സോ അതും കൂടി ആഡ് ചെയ്തിട്ട് വിൽ ജസ്റ്റ് സെർവ് ഇറ്റ്. സോ പ്ലീസ് ട്രൈ ദിസ്. താങ്ക് യു.